ഭക്ഷണം ഉണ്ടാക്കാൻ മടിയായിരിക്കുകയാണോ എന്നാൽ നമുക്ക് ഈ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. മടിയുള്ള സമയത്ത് ബിരിയാണിയോ എങ്ങനെയാണെന്നല്ലേ? നല്ല റോസ്റ്റഡ് ആയിട്ടുള്ള ചിക്കൻ ദം ചെയ്തിട്ടുള്ള ബിരിയാണി. ബിരിയാണി ഉണ്ടാക്കുമ്പോഴുള്ള മെയിൻ കൺഫ്യൂഷൻ എന്തെല്ലാം എപ്പോഴെല്ലാം ആഡ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അരിഞ്ഞതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാം. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി അരിഞ്ഞത്, പിന്നെ തൈര്, ചെറുനാരങ്ങ നീര്, പിന്നെ മല്ലിയിലയും പുതിനയും കൂടെ ചെറുതാക്കി അരിഞ്ഞത്. ഇനി വേണ്ടത് കുറച്ച് പൊടികളാണ്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. പിന്നെ ഇതിൻ്റെ മാജിക് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മസാല ക്യൂബ്സ് ആണ് കേട്ടോ. മാഗി മസാല ക്യൂബ് അല്ലെങ്കിൽ പൊടിയായാലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ വേണ്ടത് കുറച്ചധികം നെയ്യാണ്. നെയ്യ് എത്രയും കൂടുന്നു അത്രയും ടേസ്റ്റ് ചെയ്ത് തോന്നും നമുക്ക്. പക്ഷേ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബിരിയാണി മതി എന്നുണ്ടെങ്കിൽ നെയ്യുടെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വിസിലൊന്നും ഇടാതെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഈ അളവിന് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. കുക്കർ തുറന്ന് നോക്കുമ്പോഴേക്കും ഇതാ ചിക്കൻ പാതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ, നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കണ്ടേ, അത്രയും ആവശ്യമുള്ള ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടെ തന്നെ ഇട്ടോളൂ കേട്ടോ. എന്നാലേ നമുക്കത് വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നല്ല കിടിലൻ റോസ്റ്റായിട്ട് വരുള്ളൂ. കണ്ടോ, റോസ്റ്റിനുള്ള ചിക്കൻ മാറ്റിയതിന് ശേഷം നമ്മുടെ കുക്കറിൽ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അരിക്കനുസരിച്ച് ബാക്കിയുള്ള തിളച്ച വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മുടെ അരി ഇട്ട് കൊടുത്തു. ഇനി ഉപ്പ് കറക്റ്റാണോ എന്ന് ഈ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വിസിലിട്ട് കറക്റ്റ് ഒരു വിസിൽ അതുവരെ വെയിറ്റ് ചെയ്യാം. വിസിലടിച്ചല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിപൊളിയാക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ കിടിലൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ചുറ്റിലും കൂടി വരും എന്ന് ഉറപ്പാണ്. മാത്രമല്ല ഇതേ കണ്ടോ, ചോറെല്ലാം നല്ല വിട്ടിരിക്കുന്നുണ്ട്. ചിക്കനാണെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ദം ബിരിയാണിയും ചിക്കൻ റോസ്റ്റും എല്ലാം ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുമ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ ഭംഗിയിൽ സെർവ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് ഒന്നും കൂടി ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ഞാൻ ബിരിയാണി എല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു കുക്കുംബർ സാലഡും പിന്നെ നാരങ്ങച്ചാറും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും അടിപൊളിയാകും. ഓക്കെ, ബൈ.